മലയാള സിനിമയിൽ ആരാധകർ ഏറെക്കാലമായി കാത്തിരിക്കുന്ന ഒരു റീയൂണിയൻ വീണ്ടും ചർച്ചയാവുകയാണ്. നിവിൻ പോളിയും ദുൽഖർ സൽമാനും വീണ്ടും ഒരു സിനിമയിൽ ഒന്നുചേരുമെന്ന വാർത്തയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഇരുവരും വീണ്ടും ഒരുമിച്ചെത്തുന്നതിനെക്കുറിച്ച് ഡിസ്കഷൻ നടക്കുന്നുണ്ടെന്ന് നിവിൻ പോളി തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ സിനിമ ഇതുവരെ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിട്ടില്ല. ഇരുവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്ക്രിപ്റ്റും ഇതിന് അനുയോജ്യമായ ഡയറക്ടറും കണ്ടെത്തിയാൽ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നതാണെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. നിവിനെയും ദുൽഖർ സൽമാനെയും ഒരുമിച്ച് കാണുമ്പോൾ മലയാളികൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ബാംഗ്ലൂർ ഡേയ്സ് തന്നെയാണ്. സിനിമയിൽ കുട്ടനായി നിവിനും അർജുനായി ദുൽഖറും എത്തിയപ്പോൾ ഇരുവരുടെയും കെമിസ്ട്രി വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതിനു മുമ്പ് വിക്രമാദിത്യൻ എന്ന സിനിമയിലും ഇവർ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. ബാംഗ്ലൂർ ഡേയ്സിന് ശേഷം വർഷങ്ങളായി ഇവർ വീണ്ടും ഒരുമിച്ച് ഒരു സിനിമയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ റീയൂണിയൻ ഡിസ്കഷൻ ആരാധകർക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. ഇതിനിടെ രണ്ടുപേരുടെയും കരിയറിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദുൽഖർ സൽമാൻ മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകളിൽ ശ്രദ്ധേയമായ താരമായി മാറി. നിവിൻ പോളി മലയാള സിനിമയിൽ സ്വന്തമായൊരു വലിയ ഫാൻ ബേസ് നിലനിർത്തുകയാണ്. ഇപ്പോൾ ഇരുവരും ഒരുമിച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതിനുള്ള സാധ്യതയാണ് വീണ്ടും വന്നിരിക്കുന്നത്. പക്ഷേ സ്ക്രിപ്റ്റ്, ഡയറക്ടർ തുടങ്ങിയ കാര്യങ്ങൾ ഫൈനലായിട്ടില്ലെങ്കിൽ സിനിമ ഉറപ്പാക്കാൻ സാധിക്കുകയില്ല. എങ്കിലും നിവിൻ പോളിയും ദുൽഖർ സൽമാനും വീണ്ടും ഒരുമിച്ച് അഭിനയിക്കുന്നതിനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ബാംഗ്ലൂർ ഡേയ്സ് പോലുള്ള ഫീൽ ഗുഡ് മൂവി ആയിരിക്കുമോ, അതോ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ജോണറിലുള്ള ഒരു സിനിമയായിരിക്കുമോ? എന്തായാലും ഈ രണ്ട് താരങ്ങളുടെ വീണ്ടും ഒരേ സ്ക്രീനിൽ കാണാൻ മലയാളി പ്രേക്ഷകർ വളരെയധികം ആഗ്രഹിക്കുന്നു. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരുന്നതോടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. നിവിനും ദുൽഖറും വീണ്ടും ഒരേ സിനിമയിൽ ഒന്നിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിവിൻ പോളിയും ദുൽഖർ സൽമാനും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇവർ നേരത്തെ ഒരുമിച്ച് അഭിനയിച്ച വിക്രമാദിത്യനിലും ബാംഗ്ലൂർ ഡേയ്സിലും ഏത് സിനിമയാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക. പുത്തൻ പുതു സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.